Hello everyone, welcome back to Quietly Delisha. And if you're new here, my name is Delisha, and a warm welcome to all of you. And today is the last day of 2025, and I really wanted to share more because ഞാൻ ഈ ഒരു യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് 2025 ലാസ്റ്റ് ഡേ എനിക്കൊരു വീഡിയോ ഇടണം. കാരണം 2025 എനിക്ക് തന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. സോ വെൽക്കം അഗെയിൻ. അപ്പം ടുഡേ ഈസ് the last day of 2025 and I wanted to sit calmly and നല്ല ഒരു ഡേ ആയിട്ട് ഇന്ന് ഈ ഒരു ഇയർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കുറച്ച് തോട്ട്സും എനിക്ക് ഈ ഒരു ഇയർ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ഈ ഒരു ഇയർ എനിക്ക് സമ്മാനിച്ച കുറച്ച് ലെസൺസിനെ കുറിച്ച് പറയാം. ഒരുപാട് ലെസൺസ് എനിക്ക് 2025 തന്നിക്കുന്നത്. ആൻഡ് എല്ലാ കാര്യങ്ങളും പറയുന്നില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒരു 3-4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷമാണ് എന്നെ പേഷ്യൻസ് പഠിപ്പിച്ചത്. ദിസ് ഇയർ തോട്ട് മീ ദ പേഷ്യൻസ്. കാരണം ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്ത ആളായിരുന്നു ഞാൻ. എല്ലാതും പെട്ടെന്ന് നടക്കണം, ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. പക്ഷെ ഈ ഇയറാണ് എന്നെ ഓരോ കാര്യത്തിൽ വെയിറ്റ് ചെയ്യിക്കാനും അതുപോലെ തന്നെ പേഷ്യൻസും എന്നെ പഠിപ്പിച്ച ഒരു ഇയർ. ആൻഡ് ഐ ലേൺ ദാറ്റ് ഹീലിംഗ് ഇസ് നോട്ട് എ ഫാസ്റ്റ് തിങ്. ഹീലിങ്ങിന് ശരിക്കും ടൈം എടുക്കും. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഹീലാകാൻ വേണ്ടി പറ്റുന്നവരുണ്ടാവും, ചില ആൾക്കാർ 1-2 വർഷം എടുത്താലും ഹീലാവാത്ത ആൾക്കാരുണ്ടാവും. ആൻഡ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടേക്ക് യുവർ ടൈം ആൻഡ് ഹീലാവാണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ ഫ്യൂച്ചറിലോട്ടേക്ക് നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പം ഫസ്റ്റ് യു വോണ്ട് ടു ഹീൽ യുവർ സെൽഫ്. നിങ്ങളെ പാസ്റ്റ് ട്രോമാസ്, പാസ്റ്റ് പെയിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട്. അപ്പം അതിന് ഹീലാവണം, എന്നാലേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലോട്ടേക്ക് അല്ലെങ്കിൽ നാളത്തോട്ടേക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ ഒരു കാര്യത്തിൽ, ആ ഒരു പാസ്റ്റിൽ നമ്മളെപ്പോഴും സ്റ്റക്കായിരിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത് ടേക്ക് യുവർ ടൈം ആൻഡ് ഹീലാവാണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് അതൊരു ഫാസ്റ്റ് പ്രോസസ്സല്ല, അതൊരു സ്ലോ പ്രോസസ്സാണ്. ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഹീലിംഗ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്നലെ ഒരു സാധനം സംഭവിച്ച് ഇന്ന് നമുക്കത് ഹീലായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ടേക്ക് യുവർ ടൈം ആൻഡ് ഹീൽ. ആൻഡ് നെക്സ്റ്റ് ഐ ലേൺ ദാറ്റ് ചൂസിങ് മൈ സെൽഫ് ഇസ് നോട്ട് സെൽഫിഷ്. എനിക്ക് വേണ്ടി സമയം കണ്ടെത്തലും എനിക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങലും എന്നെ സന്തോഷിപ്പിക്കുന്നതും ഞാൻ സെൽഫിഷായിട്ട് ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം വേറൊരാൾക്ക് വേണ്ടി ടൈം കണ്ടെത്തിയെന്ന് വിചാരിക്കും. ആൻഡ് ആ ഒരു പേഴ്സൺ ഹാപ്പി ആയിരിക്കും ഞാൻ അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തിയാൽ. ആ ഒരു സംഭവം നമുക്ക് എപ്പോഴെങ്കിലും നമ്മളിലേക്ക് ചിന്തിച്ചിരിക്കുന്നു. ലൈക്ക് എനിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തിയാൽ ഞാൻ ഹാപ്പി ആവും. നമ്മൾ ആരും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കും അത്. ലൈക്ക് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയാൽ ശരിക്കും ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നുള്ള പാസ്റ്റ് ഇയേഴ്സിൽ ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി ഞാൻ ഹാപ്പി ആവും എന്നുള്ള ആ ഒരു തോട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ഇയറിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കണം എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതുകൊണ്ട് എനിക്ക് അതിലൊരു ഹാപ്പിനെസ് കിട്ടുന്നത്. ബാക്കിയുള്ളവർക്കും ഞാൻ സമയം കണ്ടെത്തി കൊടുക്കലുണ്ട്. ആൻഡ് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന സമയത്ത് ശരിക്കും എനിക്ക് ഹാപ്പി ആവാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. അപ്പം ചൂസിങ് യുവർ സെൽഫ് ഇസ് നോട്ട് സെൽഫിഷ്. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്താം. നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക. അതിനെ വെച്ചിട്ട് എന്താക്കുക, നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക. സോ കുറച്ചൊക്കെ സെൽഫിഷ് ആയാലും അത്ര പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത്ര ലെസൺസാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി വിചാരിച്ചത്. ഓക്കെ, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റീൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് എവറി വൺ വിൽ സ്റ്റേ ഇൻ യുവർ ലൈഫ്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. പറയാൻ കാരണം ഞാൻ എൻ്റെ ലൈഫിൽ 2025 ഫസ്റ്റ് കണ്ട ആൾക്കാരല്ല എൻ്റെ കൂടെ ഇപ്പോൾ അവസാനത്തേക്കുള്ളത്. ആൻഡ് അതിൽ ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ആ ഒരു പേഴ്സൺ നമുക്ക് നല്ലതല്ല എന്ന് കണ്ടുകൊണ്ടാണ് പരശുവാനെ അല്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി വെച്ചത്. ആൻഡ് അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവിടെ സാഡായി അല്ലെങ്കിൽ നമ്മൾ സങ്കടമായിട്ട് ഇരിക്കേണ്ട ആവശ്യം, സങ്കടം ഉണ്ടാവും, ഓഫ് കോഴ്സ് സങ്കടം ഉണ്ടാവും. പക്ഷേ നമ്മൾ സങ്കടമായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരാൾ പോയി വിചാരിച്ച് നമ്മൾ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ
സാഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്നത്. നമ്മൾ അതിനുശേഷം ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ടേക്ക് വന്ന്. ആൻഡ് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവിടെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ആൻഡ് നോട്ട് എവ്രി വൺ വിൽ സ്റ്റേ. പല ആൾക്കാരും നമ്മളെ ലൈഫിലോട്ടേക്ക് വരുന്നത് പല ലെസൺസും തരാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലാണ്ട് ഒരിക്കലും നമ്മളെ ലൈഫിലൊന്നും സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കില്ല. ആ ഒരു ലെസണിൽ നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ആ ഒരു മനുഷ്യൻ വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെസൺസ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയത്. അതിൽ നമ്മൾ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്ര ലെസൺസാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ആൻഡ് ഇനി എൻ്റെ ഗ്രോത്തിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ, ഈ ഇയറിലാണ് എൻ്റെ ഗ്രോത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. ഞാൻ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്, പക്ഷേങ്കിൽ ബുക്ക് വാങ്ങിക്കാനോ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ബുക്ക് വായിക്കലില്ല. പക്ഷേങ്കിൽ ഈ ഒരു ഇയറിലാണ് ഞാൻ എൻ്റെ റീഡിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 20 ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടാവും തോന്നുന്നത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഒരു 15+ ബുക്ക് എന്തായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടാവും. ആൻഡ് അതൊരു കുഞ്ഞു കാര്യമല്ല, കാരണം ആസ് എ ബിഗിനർ അത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ കൂടുതലും സെൽഫ് ഹെൽപ്പ് റീഡ്സ് ആണ് വായിച്ചത്. പിന്നെ ഞാൻ മലയാളത്തിലോട്ടേക്ക് ഇംഗ്ലീഷ് ബുക്ക് മാത്രമാണ് വായിച്ചത്. പിന്നെ ഞാൻ മലയാളത്തിലോട്ടേക്ക് കടന്ന്. ആൻഡ് യെസ്, എൻ്റെ ഗ്രോത്തിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ് ഈ റീഡിങ് ഹാബിറ്റ് എന്നുള്ളത്. അത് എനിക്ക് ഇനിയിപ്പോൾ 2026 വരുന്ന സമയത്ത് ഒന്നും കൂടി കൺസിസ്റ്റൻ്റ് ആക്കി ഇനിയും അതിൽ കൂടുതൽ ബുക്കുകൾ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റണം എന്നുള്ളതാണ്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇയറിൽ എനിക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരുന്നില്ല. പല ദിവസങ്ങളും ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, പല ദിവസങ്ങളും എനിക്ക് ഭയങ്കര ടയർഡായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ വിഷൻ ബോർഡിലുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റി. എൻ്റെ വിഷൻ ബോർഡിലുള്ള ഏറ്റവും വലിയ വിഷനായിരുന്നു എനിക്ക് ഇത്ര ബുക്സ് വായിച്ച് തീർക്കുക എന്നുള്ളത്. ആൻഡ് ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ഇത്ര ബുക്സ് വായിച്ച് തീർത്ത് ഞാനതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാനതിന് ആക്ഷൻ എടുത്തുകൊണ്ട് എനിക്ക് ശരിക്കും അവിടെ ഗ്രോത്ത് ഉണ്ടായി. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഡെയിലി റീൽസ് ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഐ ഗോട്ട് ദ റീച്ച്. പിന്നെ റീച്ചിന് പുറമേ ആൻഡ് ഇത് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങി. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എനിക്ക് DMസിൽ മെസ്സേജ് അയക്കലുണ്ട്, നിങ്ങളുടെ വീഡിയോസ് എനിക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. എന്നോട് ഒത്തിരി ആൾക്കാർ, ഞാൻ എൻ്റെ റീഡിങ് തുടങ്ങിയ സമയത്ത് ഞാൻ വേറൊരാളെ അപ്രോച്ച് ചെയ്യുന്ന മാതിരി എനിക്ക് ബുക്സ് സജസ്റ്റ് ചെയ്തിരോ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന മാതിരി എനിക്ക് എൻ്റെ DMസിൽ വരുന്നുണ്ട്. തഥാ എനിക്ക് ബുക്സ്, ഞാനിങ്ങനെ ബിഗിനറാണ് റീഡിങ്ങിൽ, എനിക്ക് ഇത്തിരി ബുക്സ് റെക്കമെൻഡ് ചെയ്യുമോ അങ്ങനെ പറഞ്ഞിട്ട്. ആൻഡ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഞാൻ ആഗ്രഹിക്കുന്ന ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഈ ഒരു ഇയർ എൻ്റെ ഗ്രോത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് പെയിന്, ഒരുപാട് ട്രോമാസിലൂടെ കൊണ്ടുപോയൊരു വർഷം കൂടിയാണിത്. പക്ഷേങ്കിൽ അതിന് പുറമെ എനിക്ക് ഒത്തിരി നല്ല ലെസൺസ്, നല്ല കാര്യങ്ങൾ എനിക്ക് ഈ ഒരു ഇയറിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ലെസൺ എനിക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും കൂടി ചിന്തിച്ചിട്ട് ആ കാര്യത്തിലേക്ക് പോകണ്ടോ എന്നുള്ളത് ചിന്തിച്ചിട്ട് മാത്രമേ എനിക്ക് പോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഓരോ പാസ്റ്റിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ലെസണായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കാര്യത്തിലോട്ട് പോകുന്ന സമയത്ത് അതൊരു ഗൈഡായിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, എത്ര കാര്യങ്ങളാണ് എൻ്റെ ഗ്രോത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് എൻ്റെ കൺസിസ്റ്റൻസിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ഐ ഹോപ്പ് ഇനിയും എനിക്ക് എല്ലാ കാര്യങ്ങളും കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലെറ്റിങ് ഗോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ പാസ്റ്റ് വേർഷൻ ഓഫ് മീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഫ്യൂച്ചറിലേക്ക് അത് ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഇവിടെ വെച്ചിട്ട് ഞാൻ 2026 പോകുന്നത്, നിങ്ങളും നിങ്ങളുടെ പാസ്റ്റ് സെൽഫ് അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഇവിടെ ലീവ് ചെയ്യുക. നിങ്ങളെ പുതിയ ഇയറിലേക്ക് അത് ആവശ്യമില്ല. അതൊരു ലെസണായിട്ട് മാത്രം എടുത്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അല്ലാണ്ട് നിങ്ങളൊരു പാസ്റ്റ് വേർഷന് നമുക്ക് അവിടെ ആവശ്യമില്ല. നമ്മൾ ഇനി തുടങ്ങുന്ന നമ്മളൊരു ന്യൂ എറയിലേക്കാണ് പോകുന്നത്. സോ അതിനെ നമ്മൾ ഇവിടെ ഒഴിവാക്കുക. നമ്മളെ നല്ല ലെസൺസ് മാത്രം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക, നല്ല ഹോബീസ് മാത്രം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. പിന്നെ ഫിയർ, ഞാൻ ശരിക്കും പേടിയും ടെൻഷനും സ്ട്രെസ്സും ഒത്തിരി ഉള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം, എൻ്റെ ഫ്രണ്ട്സിനറിയാം, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടെൻഷൻ അടിച്ച്
ശരി പണ്ടാരടിഞ്ഞു പോകാൻ നമ്മൾ പറയില്ലേ, അതുമാതിരി ആയിപ്പോൾ എനിക്കൊരു കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് മനസ്സിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഉള്ളതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് പേടിയാണ്. എൻ്റെ ഈ ഒരു ഇയറിലാണ് ഞാൻ എൻ്റെ കോളേജിൽ ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ശരിക്കും സ്റ്റേജ് ഫിയർ ഉണ്ട്. എൻ്റെ ഉമ്മ എന്നെ പണ്ടേ സ്റ്റേജിൽ കയറ്റുന്ന ഒരാളാണ്. ആ ഒരു ടൈമിൽ എനിക്ക് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്നെ വെറുതെ വിട്ട് എന്നെ അത് വേണ്ടാന്നുള്ള രീതിക്ക് എന്നെ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് കയറ്റി വിട്ട ഒരാളാണ് എൻ്റെ അമ്മ. പക്ഷേങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ടച്ച് വിട്ടുകൊണ്ട് മൈക്ക് പിടിക്കുമ്പോഴേക്കും ആ ഒരു ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ പേടി കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു പേടി എന്നുള്ള സംഭവം ഞാൻ ഇവിടെ വെക്കുകയാണ്. കാരണം പേടി ഞാൻ ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കൊരു കാര്യങ്ങളും ഇനിയും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഐ എം ലെറ്റിംഗ് ഗോ ദ ഫിയർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐ എം ലെറ്റിംഗ് ഗോ ഓഫ് വെയിറ്റിംഗ് ഫോർ അതേഴ്സ് വാലിഡേഷൻ. പല ആൾക്കാരും എനിക്ക് പല തരത്തിലുള്ള അഡ്വൈസസ് തരുന്നുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം കീപ്പ് ചെയ്തില്ല. ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ അഡ്വൈസസും വേണ്ട. നമുക്ക് എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അപ്പം ആ ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാരെ അഡ്വൈസ് നമുക്ക് എടുക്കാം. അല്ലാണ്ട് ഇതിനായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ അഡ്വൈസുകൾ നമ്മൾ വെറുതെ എടുക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും വേസ്റ്റാണ്. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ എനിക്ക് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അവർക്ക് അതിൻ്റെ ആ ഒരു ഇതുണ്ടാവും, ലൈക്ക് അവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പം അവരുടെ അഡ്വൈസസ് മാത്രമേ ഞാൻ എടുക്കേണ്ടതുള്ളൂ. അല്ലാണ്ട് ഒരു ബിസിനസ് തുടങ്ങാണ്ട് വേറെ ആൾക്കാർ പറയും ഇങ്ങനെ പറയുന്ന ആൾക്കാരെ അഡ്വൈസസ് ശരിക്കും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അഡ്വൈസസ് മാത്രം എടുക്കുക. അതുമാതിരി തന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് 100 ആൾക്കാരോട് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരാളോട് ചോദിക്കാം. ആൻഡ് അതിനെ ലൈക്ക് അത്യാവശ്യം അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. ആൻഡ് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുന്നോട്ടേക്ക് പോവുക. എല്ലാവരും അഡ്വൈസസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് 2026 ഒരുമിച്ച് കയറാം. ഓക്കെ, കുറച്ച് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലെസൺസ് ഈവൻ ഇൻ ദ പെയിൻ വൺസ്. എൻ്റെ പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ അതിൽ ഗ്രേറ്റ്ഫുള്ളാണ്. ബിക്കോസ് ഒത്തിരി ലെസൺസ് എനിക്ക് തന്നൊരു ഇയർ ആണെന്ന് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ദ പീപ്പിൾ ഹൂ സ്റ്റേഡ് എൻ്റെ ലൈഫിൽ എൻ്റെ പല താഴ്ന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് പീപ്പിൾ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈസെൽഫ് ഫോർ സർവൈവിങ് ദിസ് ഇയർ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷം തുടങ്ങി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ലൈഫിൽ സ്റ്റക്കായി പോയൊരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിനായി ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ശരിക്കും ഒരു തെറാപ്പി സെഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അതൊക്കെ സർവൈവ് ചെയ്ത് ഞാൻ ഇവിടെ എത്തി. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം എനിക്കത് ആലോചിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാനത് ആലോചിച്ചാലേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഇയർ. ഇത്രയും നല്ലതായിട്ടുള്ള ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് വിഷൻസ് കൂടി പറയാം. വിഷൻസ് ഓഫ് 2026. ഐ വോണ്ട് പീസ്. എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനം ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഐ വോണ്ട് പീസ് ആൻഡ് ഐ വോണ്ട് കൺസിസ്റ്റൻസി, നോട്ട് പെർഫെക്ഷൻ. ഞാൻ ഇതുവരെ പല കാര്യങ്ങളും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കതിൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കതിൽ റിസൾട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൺസിസ്റ്റൻസി വേണം, അല്ലാണ്ട് പെർഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ട. കൺസിസ്റ്റൻസി എനിക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ്, ഐ വോണ്ട് ടു ഗ്രോ ക്വൈറ്റ്ലി. ഇനിയും ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്. അപ്പം നെക്സ്റ്റ് ഇയർ ഞാൻ എൻ്റെ ഗ്രോത്ത് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പം ഒരുപാട് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അത് എനിക്കായാലും നിങ്ങൾക്കായാലും ഒരുപാട് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ എവറിത്തിങ്. ആൻഡ് എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരോടും അതിലൊക്കെ ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും എൻ്റെ കൂടെ നിന്ന ആൾക്കാരും എല്ലാവർക്കും ഐ എം സോ താങ്ക് യു ടു ഓൾ ഓഫ് യു. ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ആൻഡ് ഐ എം റെഡി ടു സ്റ്റാർട്ട് 2026. ആൻഡ് ഐ ഹോപ്പ് നിങ്ങളും അങ്ങനെ തന്നെയുള്ള ആൾക്കാരായിരിക്കും. 2026 ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ.
നമ്മുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ് ഓൾ ഓഫ് യു. ആൻഡ് ഇനിയും ഒത്തിരി വീഡിയോസ് നെക്സ്റ്റ് ഇയറിൽ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ആൻഡ് ഐ ഹോപ്പ് എല്ലാം സ്മൂത്തായിട്ട് പോട്ടെ. ഇനിയും ഇതുമാതിരി എന്തെങ്കിലും പെയിനായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതൊന്നും ലെസൺസ് മാത്രം കിട്ടട്ടെ, ഒരിക്കലും നമ്മുടെ ലൈഫിൽ അത് എപ്പോഴും സ്റ്റേ ചെയ്യാണ്ട് നിൽക്കട്ടെ. ആൻഡ് എല്ലാവർക്കും നെക്സ്റ്റ് ഇയർ ഒരു നല്ല ഇയർ ആവട്ടെ. ഇത് ആയിരിക്കും എൻ്റെ ലാസ്റ്റ് വീഡിയോ. ആൻഡ് താങ്ക് യു സോ മച്ച് all of your love and support, and thank you for watching this video. If you like this video, do like, comment and subscribe. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്ത് പോകാനുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ 2025 ജസ്റ്റ് ഒരു ലെറ്റർ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇവിടെ ഷെയർ ചെയ്യുക. അതപ്പം നിങ്ങൾക്ക് 2026 എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 2025 നിങ്ങൾ എഴുതിയ ലെറ്റർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങളൊരു ബൈ ലെറ്ററും കൂടി എഴുതാം. 2025 ഒരു ബൈ പറയുന്ന ഒരു ലെറ്ററും കൂടി എഴുതാം. എന്നിട്ട് എന്താക്കുക, നെക്സ്റ്റ് പുതിയൊരു ഇയറിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യാം. സോ ബൈ.